ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ബർമിംഗ്ഹാമിലേക്കുള്ള ട്രെയിൻ യാത്ര, ബർമിംഗ്ഹാമിലെ ജയന്റ് മെക്കാനിക്കൽ ബുൾ കാണിച്ചിരുന്നു. കാണാത്തവർ അത് പോയി ഒന്ന് കാണണേ. ഇത് ഒരു സെക്കൻഡ് വേൾഡ് വാറിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ സ്മാരകം. അതിനകത്ത് കയറി കാണാം. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ പൂട്ടിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അകത്ത് കയറി കാണാൻ കഴിഞ്ഞില്ല. ഇനി നമ്മൾ പോകുന്നത് ലൈബ്രറിയിലേക്കാണ്. ഇതാണ് ലൈബ്രറി. £189 മില്യൺ ചെലവ് ചെയ്താണ് ഈ ലൈബ്രറി ഉണ്ടാക്കിയത്. അതിൻ്റെ പ്രൗഢി നമുക്കകത്ത് ചെന്നാൽ കാണാം. പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത് കണ്ടോളൂ. എന്തോ ഒരു ഭംഗിയാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയാണ് അകത്ത് ചെന്നാൽ. ബർമിംഗ്ഹാം ഇംഗ്ലണ്ടിലെ രണ്ടാമത്തെ വലിയ പട്ടണമാണ്. ഇവിടെ നിന്ന് പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ കാഡ്ബറി കഴിച്ചിട്ടുണ്ടോ? കാഡ്ബറി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ധർമ്മക്കാരായ പിള്ളേർ പോലും കാഡ്ബറി കണ്ടിട്ടുണ്ട്, കഴിക്കുന്നുണ്ട്. 1824 ജോൺ കാഡ്ബറി അദ്ദേഹത്തിൻ്റെ ഗ്രോസറി ഷോപ്പ് ഈ ബർമിംഗ്ഹാമിൽ കൊത്ത ഡ്രിങ്കിങ് ചോക്ലേറ്റ് കൊടുത്തുകൊണ്ടാണ് കാഡ്ബറി മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിച്ചത്. അതിൻ്റെ ഫാക്ടറി ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവിടെ പോയി കാണണമെങ്കിൽ പെയ്ഡ് ടൂറിസ്റ്റായിട്ട് പോകേണ്ടി വരും. അതിന് വലിയ ചാർജാണ്. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഇത് 7ാം നിലയിൽ നിന്നുള്ള ബർമിംഗ്ഹാം പട്ടണത്തിൻ്റെ കാഴ്ചയാണ്. അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഈ ലൈബ്രറി 9 നിലയാണ്. 9 നിലയിലേക്കും ലിഫ്റ്റുണ്ട്. 7ാം നിലയിൽ ഒരു പാർക്കുമുണ്ട്. ആ പാർക്കിലെ പൂന്തോട്ടമാണ് ഈ കാണുന്നത്. ആ പൂന്തോട്ടം ഈ കെട്ടിടത്തിൻ്റെ ചുറ്റുമുണ്ട്. ചുറ്റും നടന്ന് ഞങ്ങൾ കണ്ടു. ഇനി അകത്തേക്ക് 9ാം നിലയിലേക്ക് പോകണം. അതിനു മുമ്പ് ഒരു വിശേഷം കൂടി പറയാം. ഇവിടുത്തെ കനാൽ സിസ്റ്റം 1768 മുതലുണ്ട്. വെനീസ് രാജ്യത്തിനേക്കാളും പ്രശസ്തമാണ് ഇവിടുത്തെ കനാൽ സിസ്റ്റം. 1 മില്യൺ ഇൻ്റർനാഷണൽ വിസിറ്റേഴ്സ് ഈ പട്ടണം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ 100-ൽ പരം രാജ്യങ്ങളിലെ കുട്ടികളും അധ്യാപകരും പഠിപ്പിക്കുന്നു. ഇനി ഞങ്ങൾ 9ാം നിലത്തിലേക്ക് പോയാണ്. അതിലേക്കും അടുത്ത ലിഫ്റ്റ് കയറണം 7ാം നിലയിൽ നിന്ന്. അവിടെ ഒരു പ്രത്യേക കാഴ്ചയുണ്ട്. ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യ പ്രേമികളുടെ ആചാര്യൻ, നാടകത്തിൻ്റെ കുലഗുരു നമ്മുടെ ഷേക്സ്പിയറിന് വേണ്ടി ഒരു മുറി അവിടെ ഒരുക്കിയിരിക്കുന്നു. ആ മുറി കാണാതെ പോരാൻ സാധിക്കുമോ? ഇംഗ്ലീഷ് ഭാഷയെ സ്നേഹിക്കുന്നവർക്ക്, ഇംഗ്ലീഷ് അറിയാത്തവർക്കും പോയി കാണാവുന്ന ആകർഷണമായ ഒരു മുറിയാണ്. അവിടത്തേക്ക് ഞങ്ങൾ ഉടനെ പോകുന്നു, 9ാം നിലയിലേക്ക്. ഈ പട്ടണത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ഉൽപ്പന്നമാണ് ബേഴ്സ് കസ്റ്റാർഡ്. അതുപോലെ ബ്രൗൺ സോസ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റുകാർക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. സിനിമ ചെയിൻ ഓഡിയോൺ ഇവിടെ നിന്നാണ് ഉത്ഭവം. സ്റ്റീം എൻജിനും ടൈറ്റാനിക്കിന് നങ്കൂരം പണിതതും നമ്മുടെ ബർമിംഗ്ഹാമിലാണ്. പണ്ട് മുതലേ ഇവിടെ വളരെയധികം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. 8 രാജ്യങ്ങളിൽ, യൂറോപ്പിലെ 8 സ്ഥലങ്ങളിൽ ഇതിനാണ് 1ാം സ്ഥാനം കിട്ടിയത് മാനുഫാക്ചറിങ് ടൗണായിട്ട്. 8000 ഏക്കർ പാർക്കുണ്ട്, അല്ലെങ്കിൽ തുറന്ന സ്ഥലമുണ്ട്. ഇത് ബ്രിട്ടൻ്റെ മിഡിലായിട്ടാണ് കിടപ്പ്. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ വരുന്ന എല്ലാവർക്കും ബർമിംഗ്ഹാമിൽ സുഖമായിട്ട് വരാൻ കഴിയും. യാത്ര ദൈർഘ്യം ഇല്ലല്ലോ.
ഇവിടെ ട്രാം കാർ ഉണ്ട്. ടൗണിൻ്റെ നടുവിലൂടെ ആ ട്രാം കാറിൻ്റെ പോക്ക് എന്ത് രസമാണ്! നിങ്ങൾ കണ്ടില്ലേ? ഈ റോഡിൽ കൂടി ബസ്സും കാറുകളും ഓടും. ഇവിടുത്തെ ജനങ്ങൾ മര്യാദക്കാരായ ഡ്രൈവർമാരായതുകൊണ്ട് അവർ എല്ലാം നിയമാനുസൃതമേ വണ്ടി ഓടിക്കാറുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു ബഹളവുമില്ല, ഒരു ഹോണടിയുമില്ല. ജനങ്ങളുടെ സംസാരം പോലും കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലൈബ്രറിയിലോ വളരെ ശാന്തത, ഒരു സ്വരം ഒരിടത്തുനിന്നും കേൾക്കില്ല. ഞങ്ങളങ്ങനെ പാർക്ക് ചുറ്റി വീടിൻ്റെ കെട്ടിടത്തിനകത്തേക്ക് പോകുന്നു. 9ാം നിലയിലേക്കാണ് ഞാൻ അടുത്ത പോക്ക്. അതിനു മുമ്പ് യൂറിനലിൽ പോകാൻ വേണ്ടി റെസ്റ്റ് റൂമിലും പോയി. അവിടെയും നല്ല സൗകര്യപ്രദമായ മുറിയായിരുന്നു, വൃത്തിയുള്ള മുറി. അവിടെ നിന്ന് കുടിക്കാനുള്ള വെള്ളവും ശേഖരിച്ചുകൊണ്ടാണ് ഞങ്ങൾ 9ാം നിലയിലേക്ക് പോയത്. ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം വേണമല്ലോ. ചുറ്റും നടന്ന് കണ്ടു. ബ്രമിംഗ്ഹാം പട്ടണം എല്ലാ അർത്ഥത്തിലും കണ്ടു എന്ന് പറയാം. ഇതിൻ്റെ മുകളിൽ നിന്ന് 7ാം നിലയായതുകൊണ്ട് വളരെ ചെറുതായിട്ട് കാണാൻ കഴിയൂ. അപ്പോൾ 9ാം നിലയിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? എന്തായാലും 9ാം നിലയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് നേരിട്ട് കാണാം. ഇതുപോലെ വിശാലമായ സൗകര്യപ്രദമായ ഒരു ലൈബ്രറി നമ്മുടെ ഇന്ത്യയിലുണ്ടോ? ചിലപ്പോൾ കാണൂട്ടോ. ന്യൂഡൽഹിയിലൊന്നും ഞാൻ പോയിട്ടില്ലല്ലോ. ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായതുകൊണ്ട് ചിലപ്പോൾ അവിടുത്തെ ലൈബ്രറി ഇതിലും മഹത്തതായതെന്ന് വരാം. കാണാത്തതുകൊണ്ട് എനിക്ക് മറിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഇതാണ് ഷേക്സ്പിയറുടെ മുറി. അതിൽ ഷേക്സ്പിയറെ എല്ലാം വിവരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ മതി ഷേക്സ്പിയറുടെ ഒരു ചെറിയ ജീവിത വിവരണം കിട്ടുവാൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അടുക്കി വച്ചിരിക്കുന്നു. അദ്ദേഹത്തെ മാത്രമേ ഈ ലൈബ്രറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ കണ്ടാലും മതി വരില്ല അവിടെ നിന്ന് പോരാൻ. അത്രയും നല്ല ലൈബ്രറിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എൻ്റെ ചാനലിൻ്റെ പേര് ശല്യം എഫ്. നിങ്ങൾ കണ്ടാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഷേക്സ്പിയറുടെ മുറിയിൽ നിന്ന് ഞങ്ങൾ ഇനി താഴത്തേക്ക് പോകണം. 9ാം നിലയിൽ നിന്ന് താഴത്തേക്ക്. എന്നാലേ ഞങ്ങൾക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അടുത്ത സ്ഥലം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കും. നിങ്ങൾ വന്ന് കാണണേ. മുമ്പത്തെ വീഡിയോകളും കണ്ടാലേ ബ്രഹ്മിംഗ്ഹാം നിങ്ങൾക്ക് പരിപൂർണമായി കണ്ടു എന്ന് പറയാൻ സാധിക്കൂ. നിങ്ങളതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള 2 വീഡിയോകളും കാണണേ. കാണുമെന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ ചാനലിൻ്റെ പേര് ശല്യം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ശല്യം.